ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ 2022-23 എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എ, x+1 ഇൻറ്റു y + 1 ഈക്വൽ ടു xy പ്ലസ് x+y പ്ലസ് എന്താണ് ഇവിടെ കൂട്ടുകാർ നോക്കൂ, x+y കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ അവിടെ ബാലൻസ് ആയിട്ടുള്ളത് എന്താണ്, 1 ആണ്. അപ്പോൾ അവിടെ +1 എന്നാണ് വരേണ്ടത്. ഇനി 51 ഇൻറ്റു 61 ഈക്വൽ ടു 3000 പ്ലസ് എത്രയാണ്, പ്ലസ് നമ്മൾ കൊടുക്കേണ്ടത് ഈ 50ഉം 60ഉം കൂടെ കൂട്ടണം അല്ലേ. അഥവാ 50 + 60 + 1 അഥവാ ഈക്വൽ ടു 110 + 1 സമം 111 അതിൻ്റെ കൂടെ നമ്മളെ കൂട്ടേണ്ടത്. ഇനി ചിത്രത്തിൽ എ ബി വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഇതെന്താണ്, ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഇനി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. സി ഡി എന്നിവയ്ക്ക് എന്താണ്, വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ സിയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അളവാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ്, ബിന്ദുക്കളായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്താണ്, ലംബമായിട്ട് വരക്കാം. അപ്പോൾ അങ്ങനെ ലംബമായിട്ട് വരക്കുമ്പോൾ കോൺ സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി. ഇനി കോൺ സി എ ഡി പ്ലസ് കോൺ സി ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്, ഏതാണ് ചോദിച്ചിട്ടുള്ളത്, സി എ ഡി ആണ് അല്ലേ. സി എ ഡി എന്ന് പറയുന്ന ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. അപ്പോൾ ഇതൊരു ത്രികോണമായിട്ട് മാറും, ഇതും ഒരു ത്രികോണമായിട്ട് മാറും. സി ബി ഡി എന്നുള്ളതും ഒരു ത്രികോണമായിട്ട് മാറും. അപ്പോൾ ത്രികോണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ടു എന്ന് പറയുന്നത് അത് രണ്ടും സമം 180 ഡിഗ്രി എന്നായിട്ട് മാറും. ഇനി അടുത്തത് മൂന്നാമത്തേത് 5 - 10 ഈക്വൽ ടു എത്രയാണ് കൂട്ടുകാരെ. ഇവിടെ 5 എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ -5 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അവിടെ -5 എന്ന് ഉത്തരം വരും. ഇനി -5 - 10 എന്ന് പറയുന്നത് എത്രയാണ്, ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും, അഥവാ 5 + 10 ആയിട്ട് മാറും. അപ്പം എന്താണ്, -15 ഉത്തരമായിട്ട് വരും, -15. മനസ്സിലായില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് നാലാമത്തേതാണ്. ചിത്രത്തിൽ എ ബി സി ഡി സമചതുരമാണ്. അപ്പോൾ തന്നിട്ടുള്ളത് എ ബി സി ഡി എന്ന് പറയുന്നത് സമചതുരമാണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ ആണ്. അഥവാ ഇത് 5 സെൻറ്റിമീറ്റർ, ഇതും എല്ലാം 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, നീളം ഇൻറ്റു വീതിയാണല്ലേ. അപ്പം എന്താണ്, 5 × 5 എന്ന് പറഞ്ഞാൽ 25 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി എ ബി ക്യു ബി എന്ന സമാന്തരികത്തിൻ്റെ പരപ്പളവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ നോക്കേണ്ടത് എ ബി ഇൻറ്റു ബി സി എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എ ബി ഇൻറ്റു ബി സി എത്രയാണ്, എ ബി 5 ആണ്, ബി സി എത്രയാണ്, 5 ആണ്. അപ്പോൾ 5 × 5 എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമാണ്. ഇവിടെ y = x² + 5x + 4 എന്ന സമവാക്യത്തിലെ x -1 ആകുമ്പോൾ y ഏത് സംഖ്യയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയായിരിക്കും കൂട്ടുകാരെ, ഇവിടെ നമ്മൾ കാണേണ്ടത് ഏതാണ്, y x² + 5x എന്ന് പറയുന്നത് 4 ആയാലും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ y എന്ന് പറയുന്നത് -1² + 5x, പിന്നെയോ 5 × -1 + 4 ആണ്. അഥവാ 1 - 5 + 4, 1 - 5 എന്ന് പറയുമ്പോൾ 4 + 4 അവിടെ എന്താണ്, മൈനസ് ആയതുകൊണ്ട് 0 ആയിട്ട് വരും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യമാണ് നോക്കാനുള്ളത്. ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ലംബകമാണ്. ബി സിയുടെ മധ്യബിന്ദുവാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. ബി സിയുടെ മധ്യബിന്ദുവാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പി സിയുടെയാണ്, ഇതിൻ്റെ മധ്യബിന്ദുവാണ് ഇത്. ഇനി
അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് എ ബി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഡി സി എന്ന് പറയുന്ന ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ എ ബിയും ഡി സിയും തമ്മിലുള്ള അകലം, ഇതിൻ്റെ അകലം അഥവാ ഇത് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ലംബകത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്? ഹാഫ് ദെൻ എച്ച് എ പ്ലസ് ബി, ഓക്കെ, നീളം പ്ലസ് വീതി അല്ലേ? അപ്പോൾ എന്താണ്? ഹാഫ് ഇവിടെ തന്നിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 6 ഇതാണ് എച്ച്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം? 12 ആണ് എ എന്ന് പറയുന്നത് അല്ലേ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു വശത്തിൻ്റെ എത്രയാണ്? 8 ആണ്. അപ്പോൾ 8. അപ്പോൾ എന്താണ്? 3 ഇൻറ്റു 20 എത്രയാണ്? 3 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ലംബകത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി ത്രികോണം എ ക്യു ഡിയുടെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ എ ക്യു ഡി എന്ന് പറയുന്നത്? എ ക്യു ഡി അല്ലേ? എ ക്യു ഡി എന്ന് പറയുന്നത് ഇതാണ്. ഈ ത്രികോണത്തിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമുക്കിവിടെ ത്രികോണം ബി സി ഡി എന്ന് പറയുന്നത്, ഓക്കെ, ബി സി ഡി എന്ന് പറയുന്ന ഈ ത്രികോണവും അതുപോലെ തന്നെ ത്രികോണം ബി പി ക്യു എന്ന് പറയുന്നതും നമുക്ക് എന്താണ്? ഒരേപോലെയാണെന്ന് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ പി സി എന്ന് പറയുന്നത് എന്താണ്? പി ഡി ആണ്. കാരണം എന്താണ്? ബി സിയുടെ മധ്യബിന്ദുവാണ് പി എന്ന് പറയുന്നത്. അതുമാത്രമല്ല കോൺ സി പി ഡി എന്ന് പറയുന്നത് നമ്മുടെ കോൺ ബി പി ക്യു, ഓക്കെ, ബി പി ക്യുവിന് തുല്യമാണ്. കാരണം അത് രണ്ടും എന്താണ്? എതിർ കോണുകളാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺ സി ഡി പിയും അതുപോലെ തന്നെ കോൺ ബി ക്യു പിയും തുല്യമാണ്. കാരണം അത് രണ്ടും മറുകോണുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ ലംബകം എ ബി സി ഡി എന്ന് പറയുന്നത് നമ്മുടെ എന്തിന് തുല്യമാണ്? ത്രികോണം എ പി ക്യു ഡിക്ക് തുല്യമാണ്. ഓക്കെ, ഇത് രണ്ടും തുല്യമാണ്. അഥവാ ലംബകത്തിൻ്റെ നമ്മൾ പറഞ്ഞു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഈ ത്രികോണത്തിൻ്റെയും 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം ഇതിൻ്റെ കോണുകളെല്ലാം തുല്യമായതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതിലെ 7ാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത്. ചിത്രത്തിൽ എ ബിക്ക് ലംബമാണ് ഡി പി എന്ന് പറയുന്നത്. ചിത്രത്തിൽ എ ബി എന്നതിന് ലംബമാണ് എന്ത്? ഡി പി പറയുന്ന ഇത്. ഇനി എ ബി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഡി പി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. എ ബി ഡി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? നമുക്ക് 2 അളവും അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഡി പി എന്നത് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? ഹാഫ് എ ബി എന്ന് പറയുന്നത് 10 ആണ്. ദെൻ ഇൻറ്റു ഡി പി എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അഥവാ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഉത്തരം എന്ന് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി എ ബി ഡി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണ് ബി സി ഡിയുടെ അളവ്. ഓക്കെ, ഇതിൻ്റെ പകുതിയാണ് ഇത്. എങ്കിൽ ചതുർഭുജം എ ബി സിയുടെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടത് എന്താണ്? ഇവിടെ എഴുതാം ആൻസർ ബി ആണ്. നമുക്കറിയാം ഹാഫ് എ ബി ഇൻറ്റു ഡി പി. ഓക്കെ, ഡി പി അതിൻ്റെയും ഹാഫാണ് എന്ത്? ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 30ൻ്റെ പകുതി ആയിരിക്കും. ഇൻറ്റു 30 എത്രയാണ്?
15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ BCD എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും ഇത് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ചതുർഭുജം ABCD കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതും കൂടെ കൂട്ടിയാൽ മതി. കാരണം എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 30 + 15 എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി കോൺ എയിൽ നിന്നും BDയിലേക്കുള്ള അകലം എയും സിയിൽ നിന്ന് BDയിലേക്കുള്ള അകലം ബിയും ആയാൽ A:B എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്രികോണം C ആണ് കേട്ടോ. ത്രികോണം BCDയുടെ പരപ്പളവ് എത്രയാണ്? 30:15 എന്ന അളവിലാണ് വരുന്നത്. അതിവിടെ 2:1 നമുക്ക് പരിഗണിക്കാം. ഓക്കെ 2:1. കാരണം എന്താണ്? 15ൻ്റെ ഡബിൾ ആണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2:1 നമുക്ക് കിട്ടുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ ചുവടെ കൊടുത്തിരിക്കുന്നു. ആദ്യ വിഭാഗം 30, 40 എന്നെടുത്ത് ആവർത്തി പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആവർത്തി പട്ടിക വരുന്നത് കൂട്ടുകാരെ? നമുക്കൊന്ന് വരച്ചു നോക്കാം. ആവർത്തി പട്ടികക്ക് 3 കളങ്ങളാണ് ഉണ്ടായിരിക്കുക. 1, 2, 3. ഫസ്റ്റത്തേൽ എന്ത് കൊടുക്കണം? ഭാരം എന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം ടാലി, അതിനുശേഷം എണ്ണം എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യത്തേതിൽ 30:40 എന്ന് വരും. 30:40 എത്ര പേരുണ്ടെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3 ആണെന്ന് മനസ്സിലാവും. ഇനി അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് 40:50 ആയിരിക്കും. അതിൽ 13 എണ്ണമാണ് വരുന്നത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. അപ്പോൾ ഇവിടെ 13 എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് 50:60 ആയിരിക്കും. 50:60 9 എണ്ണം വരും. അപ്പോൾ കൂട്ടുകാർ ടാലിയും ഇവിടെ ചെയ്തു നോക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് 60:70 വരും. 60:70 4 പേരാണ് വരുന്നത്. അതിനുശേഷം 70:80 വരും. അതിൽ ഒരാൾ വരും. ഇനി ആകെ എന്ന് അവസാനം എഴുതുക. ആകെ എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആവർത്തന പട്ടിക തയ്യാറാക്കേണ്ടത്. വളരെ ഈസിയാണ്. ഇവിടെ ഉള്ളതിന് ജസ്റ്റ് നിങ്ങൾ ടാലി ആയിട്ട് കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ഒരു ബഹുഭുജത്തിൻ്റെ ഒരു ശീർഷത്തിലുള്ള പുറംകോണിൻ്റെയും അകക്കോണിൻ്റെയും തുക എത്രയാണ്? പുറം കോണിൻ്റെയും അകക്കോണിൻ്റെയും തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയാണ്. ഇനി പുറം കോണിൻ്റെ അളവ് അകക്കോണിൻ്റെ 3 മടങ്ങിനേക്കാൾ 20 കൂടുതലാണ് എങ്കിൽ അകക്കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അകക്കോണിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് പുറം കോണെന്ന് പറയുന്നത് എത്രയാണ്? 3 മടങ്ങാണല്ലേ. അഥവാ 3x എന്ന് പറയുന്നതാണ്. ഈ 3x പ്ലസ് ആണ് 20 എന്ന് പറയുന്നത്. 20 കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് എങ്ങനെ കാണാം? എക്സ് പ്ലസ് 3x പ്ലസ് 20 ഈക്വൽ ടു എത്രയാണ്? 180 ആണ്. 180 എന്ന് എഴുതി കൊടുക്കുക. ഇനി 4x പ്ലസ് 20 ഈക്വൽ ടു 180 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4xനെ മാത്രം എടുക്കാം. 4x ഈക്വൽ ടു 180 മൈനസ് 20 160. ഇനി എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 160 ഡിവൈഡഡ് ബൈ 4 അഥവാ 40 ആണ്. അപ്പോൾ അകക്കോൺ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 40 ഡിഗ്രിയാണ്. ഓക്കെ, 40 ഡിഗ്രിയാണ്. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. ഒരു ദീർഘദൂര ഓട്ട മത്സരത്തിൽ ഓടിയെത്താൻ 30 കുട്ടികൾ എടുത്ത സമയമാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. പട്ടിക പരിശോധിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓടിയെത്താൻ 13 മിനിറ്റിൽ താഴെ എടുത്ത എത്ര കുട്ടികളുണ്ട്? എത്ര കുട്ടികളാണ് 13 മിനിറ്റിൽ താഴെ എടുത്തിട്ടുള്ളത് കൂട്ടുകാരെ? നോക്ക്, കുട്ടികളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 13 മിനിറ്റിൽ താഴെയാണ്. എത്ര കുട്ടികളാണ്? 2 കുട്ടികളാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. 19 മിനിറ്റോ അതിൽ കൂടുതലോ സമയമെടുത്ത എത്ര കുട്ടികളുണ്ട്? 19 മിനിറ്റ് എവിടെയാണ്? ഇവിടെയാണ് അല്ലേ. അപ്പോൾ 19ഉം അതിൽ കുറവുമുള്ളത് എത്രയാണ്? 12ഉം 5ഉം എത്രയാണ്? 17. 17ഉം 2ഉം എത്രയാണ്? 19. പക്ഷെ എല്ലാ കുട്ടികളും ഓടിയെത്തിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
സോറി 19 മിനിറ്റും അതിൽ കൂടുതലുമാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? 8ഉം 3ഉമാണ് ഉള്ളത്. 8ഉം 3ഉം എത്രയാണ്? 11. ഇനി ഓടിയെത്താൻ 16 മിനിറ്റ് സമയമെടുത്ത ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ 16 മിനിറ്റിനും 19 മിനിറ്റിനും ഇടയിൽ സമയമെടുത്ത എത്ര കുട്ടികളുണ്ടായിരിക്കും? 11 തന്നെയാണ്. ഓക്കെ, 11 കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 11 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. ഇവിടെ 11ാമത്തേത്, ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് വികരണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് D ആണല്ലോ. D = 5 സെൻറ്റിമീറ്റർ ആണ്. പരപ്പളവ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? അര ഇൻറ്റു D സ്ക്വയർ ആണല്ലേ, അഥവാ അര ഇൻറ്റു 5 സ്ക്വയർ ആണ്. എത്രയാണ്? അര ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 എത്രയാണ്? 12.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി 4 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ 4.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? D2 എന്ന് പറയുന്നത് എത്രയായിരിക്കും കൂട്ടുകാരെ? D2 എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഓക്കെ, അഥവാ ഹാഫ് ഇൻറ്റു D2 എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ അതിൽ നിന്ന് D2 കാണുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ ഒരു വികരണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു വികരണം അതിൻ്റെ 9ൻ്റെ ഇതെന്ന് പറയുന്നത് 3 ആണല്ലേ. അപ്പോൾ 3 ആയിരിക്കും. അപ്പോൾ 3 എടുത്തിട്ടാണ് കൂട്ടുകാർ ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഇവിടുന്ന് ലംബം വരയ്ക്കുക, എന്നിട്ട് ഏകദേശം ഇതേ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി 12ാമത്തെ ചോദ്യം, Z = x ഡിവൈഡഡ് ബൈ y മൈനസ് y ഡിവൈഡഡ് ബൈ x എന്ന സമവാക്യത്തിലെ x എന്ന് പറയുന്നത് 10 ആയാൽ y എന്ന് പറയുന്നത് -5 ആയാൽ z എന്ന് പറയുന്നത് ഏത് സംഖ്യ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്കിത് കാണാം? നമുക്കറിയാം x എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞത്? 10 അല്ലേ. അപ്പോൾ 10, അതുപോലെ y എന്ന് പറയുന്നത് -5 ആണ്. ഇനി ഇവിടെ എന്ത് കൊടുത്തിട്ട്? y ഡിവൈഡഡ് ബൈ x എന്ന് കൊടുത്തിട്ടുണ്ട്, അഥവാ -5 ഡിവൈഡഡ് ബൈ 10 എത്രയായിരിക്കും? = -2 + ½ ആയിരിക്കും. അഥവാ എത്രയാണ്? -2 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ ½ ആയിരിക്കും. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, രാമുവും വേണുവും കൂടി ഒരു കച്ചവടം തുടങ്ങി. രാമു 50,000 രൂപയും വേണു 1.5 ലക്ഷം രൂപയുമാണ് നിക്ഷേപിച്ചത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 20% ലാഭം കിട്ടി എങ്കിൽ എത്ര രൂപയാണ് ലാഭം കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ രാമു നിക്ഷേപിച്ചത് 50,000 ആണ്, വേണു നിക്ഷേപിച്ചത് 1,50,000 ലക്ഷവുമാണ് അല്ലേ. ഇനി ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 20% അല്ലേ. അപ്പോൾ ഈ ആകെയുള്ളത് എത്രയാണ്? 2 ലക്ഷമാണ്. അപ്പോൾ 2 ലക്ഷത്തിന് എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2 ലക്ഷം ഇൻറ്റു 20/100 എത്രയാണ്? 40,000 ആണ് അവിടെ പലിശയായിട്ട് കിട്ടുന്നത്. ഇനി രാമുവിൻ്റെയും വേണുവിൻ്റെയും നിക്ഷേപങ്ങളുടെ അംശബന്ധം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാൻ നമുക്ക്? 50,000 എന്ന് ഈസ്റ്റു 1,50,000 അല്ലേ. അഥവാ എന്താണ്? 1/3 ആണ്. 50,000-ലെ 3 മടങ്ങാണ് 1,50,000 എന്ന് പറയുന്നത്. ഇനി നിക്ഷേപങ്ങളുടെ അംശബന്ധത്തിൽ ലാഭം വിഭജിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അഥവാ 40,000 ആണ് അല്ലേ. 40,000 ഇൻറ്റു 40,000 ആണ് ആകെയുള്ളത് ഇൻട്രസ്റ്റ്. അപ്പോൾ 40,000-ൻ്റെ 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 10,000 രൂപയായിരിക്കും ആർക്ക് കിട്ടുന്നത്? രാമുവിന് കിട്ടുന്നത്. ഇനി അടുത്തത് 40,000 ഇൻറ്റു 3/4 ആയിരിക്കും, അഥവാ 30,000 രൂപയാണ് ആർക്ക് കിട്ടുന്നത്? വേണുവിന് കിട്ടുന്നത്. വേണു. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ PQRS ഒരു സമഭുജ സമാന്തരികമാണ്. അതിൻ്റെ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് O. OP, OQ, OR, OS ഇവയുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം ABCD വരച്ചിരിക്കുന്നു. ABCD എന്ന ചതുർഭുജത്തിന് ഏറ്റവും യോജിച്ച പേരെന്ത്? നിങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ABCD എന്നത് കൂട്ടുകാർ നോക്കൂ, എവിടെയാണ്?
ABCD എന്ന് പറയുന്ന ഇതാണ്. ഇതിന് നമ്മൾ എന്താ പറയുക? സമഭുജ സാമാന്തരികം എന്നാണ് പറയുന്നത്. ഓക്കെ, സമഭുജ സാമാന്തരികം. ഇനി ബി ചോദ്യം, PR എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ, QS എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആയാൽ PQRSൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? എത്രയാണ്? 1/2 × 12 × 8 ആണ്. എത്രയാണ്? 48 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇനി ABCD എന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പരപ്പളവ് എഴുതണമെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ അളവുകളുണ്ട് കൂട്ടുകാരെ? PR എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ AC എന്ന് പറയുന്നത് എത്രയാണ്? AC എന്ന് പറയുന്നത് 12ൻ്റെ പകുതി ആയിരിക്കും, അഥവാ 6 ആയിരിക്കും. QS എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. BD എന്ന് പറയുന്നത് 8/2 ആണ്, അഥവാ 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി എങ്ങനെ ചെയ്യാം നമുക്ക്? 1/2 × 6 × 4 എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ABCD എന്ന ചതുർഭുജത്തിൻ്റെ പരപ്പളവ്. പരപ്പളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ നന്നായിട്ട് പഠിച്ചു വെക്കണം. 15ാമത്തെ ചോദ്യം, വശങ്ങൾ 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, ഒരു വികർണം 7 സെൻറ്റിമീറ്റർ എന്നീ അളവുകളുള്ള ഒരു സാമാന്തരികം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? താഴെയുള്ള വശം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആക്കി എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വികർണം വരക്കുക 7 സെൻറ്റിമീറ്ററിൽ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇങ്ങോട്ടും 3 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഏകദേശം ആ രൂപം വരുന്നത്. ഇനി ഒരു പ്രദേശത്തെ 90 കുടുംബങ്ങളുടെ ദിവസ വരുമാനത്തിൻ്റെ പട്ടിക ചുവടെ കൊടുക്കുന്നു. എത്രയാണ്? ഇതിൻ്റെ ആവർത്തി ചതുരം വരക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. എങ്ങനെ വരക്കാം? ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഇവിടെ 500 എന്ന് കൊടുക്കുക, ഇവിടെ 550, ആ രീതിയിൽ 600 അങ്ങനെ കൊടുത്തു പോവുക. ഇങ്ങോട്ട് 10, 20, 30 എന്ന രീതിയിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ 500 to 550 എത്രയാണ്? 10ലാണുള്ളത് അല്ലേ? അപ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ വരും. ഓക്കെ, ഇനി 550 to 600 എത്രയാണ്? 20ലാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരും. ഇനി അടുത്തത് 600 to 650 30ലാണ്. അപ്പോൾ 30ൽ ഇങ്ങനെ വരും. അതിന് ശേഷമുള്ളത് 650 to 700 എവിടെ എത്രയാണ്? അത് 20ലാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ വരും. അടുത്തത് ഇങ്ങനെ വരും. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാകുക. കൂട്ടുകാർ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതുക. ഇക്വേഷൻസ് ഒന്നും ഒരിക്കലും മറന്നു പോകരുത്. നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതുക. മാർക്കൊന്നും നഷ്ടപ്പെടാതെ നോക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.